ക്യാപ്റ്റൻ, യെസ്. ക്യാപ്റ്റന്റെ നാട്ടിൽ നിന്ന് ഒരാൾ എത്താണ്. കണ്ണൂര് മട്ടന്നൂർ നിന്നാണ് എത്താൻ പോകുന്നത്. ദിയക്കുട്ടി എത്താണ്. ലെറ്റ്സ് വെൽക്കം ദിയ രജത്ത് ഓൺ സ്റ്റേജ്. ഹായ് ദിയ കുട്ടി. എന്തോ ബൊമ്മ മാതിരി ഇരിക്കുന്ന ആ ഉടുപ്പൊക്കെ ഇട്ട് വന്നിട്ട് അവൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക സ്റ്റേജ് സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. ശരിക്കും സത്യമായിട്ടും ഇതൊരു വിശ്വാസം വന്നിട്ടില്ലേ? ആര് ചേച്ചിയാണോ ഞാനാണോ സുന്ദരി പറ? അത് അവൾ തന്നെ ആയിരിക്കും. നമുക്കൊരു ഞാൻ പറയട്ടെ? ഞങ്ങൾ പറഞ്ഞു രണ്ടുപേരും അല്ല, എന്റെ മോളാണ് സുന്ദരി. ഇങ്ങനെ ഒരു വഴി ഞാൻ അത് കാണുന്നില്ല. സത്യമാണ് കേട്ടോ. അത്ര നല്ലൊരു അച്ഛൻ. അതെ അതെ അതെ. ദിയ കുട്ടി, എന്തോ പിന്നെ എന്തൊക്കെയാണ് വിശേഷം? ടോപ്പ് സിംഗറിലെ സെലക്ഷൻ കിട്ടിയത് തന്നെയാ വലിയൊരു വിശേഷം. അത് നമുക്കറിയാലോ. ബാക്കിയുള്ള വിശേഷം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് എന്റെ അമ്മൂമ്മ അപ്പൂപ്പനായിരുന്നു. അവരെപ്പോഴും പറയായിരുന്നു ഈ സ്റ്റേജിൽ വന്ന് പാടണം എന്നുള്ളത്. ആഹാ. അപ്പൊ പാട്ട് പൊന്നമ്പിളി കാത്തു നിൽക്കും. എവിടെ? കുന്നിൻ ചെരുവിൽ. ഈ സിനിമയുടെ പേരെന്താ? ഇല്ല, കണ്ടില്ല. അയ്യോ. സിനിമ എന്താണെന്നാണ് ചോദിച്ചത്. സിനിമയുടെ പേര് കണ്ടില്ല. അതായിരുന്നു സിനിമയുടെ പേര് ഇല്ല കണ്ടില്ല എന്നാണോ? ഗോളാന്തര വാർത്ത. ഗോളാന്തര വാർത്ത. ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോ ഹൃദയപൂർവം എന്നുള്ള സിനിമ ഡയറക്ട് ചെയ്ത് മലയാള സിനിമയുടെ ഒരു ലെജൻഡാണ്, സത്യൻ അന്തികാട് സാറാണ്. അപ്പൊ ഇത് എഴുതിയിരിക്കുന്ന ആരാണ് ഈ പാട്ട്? പാട്ട് എഴുതിയിരിക്കുന്ന ONV സർ. യെസ്. മ്യൂസിക് മ്യൂസിക് ജോൺസൺ മാസ്റ്റർ. പാടിയിരിക്കുന്നത് ചിത്രമ്മ. നമ്മുടെ ചിത്ര ചേച്ചി. അല്ലേ? നമ്മുടെ ചിത്ര ചേച്ചിയാണ്. റെഡിയാണ്. ഫുൾ കോൺഫിഡൻസോട് കോൺഫിഡൻസ്. ആരാ വന്നിരിക്കുന്ന? അമ്മയാണ്. അമ്മയും അച്ഛനും വന്നു. രണ്ടുപേരും വന്നിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ചേച്ചി.
കലക്കി ദ ബെസ്റ്റ്. അപ്പൊ ഇതുപോലെ ഇനിയും ഞാനിപ്പോ ആലോചിക്കുക ഇനിയിപ്പോ അങ്ങോട്ട് പോകുന്തോറും എന്തായിരിക്കും ദിയക്കുട്ടിയിൽ നിന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് എന്നുള്ളൊരു ആകാംക്ഷ ഇപ്പൊ തുടങ്ങി. അപ്പൊ അത് കീപ്പപ്പ് ചെയ്യാം. ഓക്കെ സാർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. അച്ഛനും അമ്മ എന്ത് പറയുന്നു? ഈ വേദിയിൽ വരിക എന്നുള്ളത് വലിയൊരു സ്വപ്നമായിരുന്നു. അതിപ്പോ ഇവിടുന്ന് കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അത്രയും സന്തോഷമുണ്ട്. അത്രയും അമ്മ ഹാപ്പിയാണ്. അമ്മയെ പാട്ട് പാടുന്നുള്ളൂ അല്ലേ? അമ്മ പാടില്ലേ? ചെറുതായിട്ട് അല്ലേ? അന്ന് സെൻട്രൽ സ്റ്റേജിലേക്ക് വരുമോ? പാട്ട് ചെറുതായിട്ട് പാടുന്നു പറഞ്ഞു. ഒരു കുഞ്ഞു പാട്ട്. എനിക്ക് ശബ്ദം കേട്ടപ്പോ തോന്നി. പിന്നെ ദിയ ഇടയ്ക്ക് അമ്മയെ നോക്കിക്കൊണ്ടാണ് പാടിക്കൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് തോന്നി അമ്മയും ചിലപ്പോ പാടുമായിരിക്കും. പാട്ടൊന്നും പഠിച്ചിട്ടില്ല. ആ. ചെറുതായിട്ട് ആ, എന്തായാലും ഒന്ന് നോക്കാം, ട്രൈ ചെയ്യാം. നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ് തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ് സന്ധ്യാരാഗവും നേരവും വേർപിരിയും വേളയിൽ എന്തിനിന്നും വന്നു നീ പൂന്തിങ്കളേ തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ് തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ്. സൂപ്പർ സൂപ്പർ, വെരി നൈസ് വെരി നൈസ്. ഒരുപോലെ ഇരിക്കുന്നു അതെ, അതെ. ശബ്ദം. അതെ, അത് മാത്രല്ല ഇവർ രണ്ടാളും ഇവിടെ പാടുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷം ചേട്ടനാ. ഞാന് ചെറുപ്പത്തില് പാട്ടൊന്നും പഠിച്ചില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡ് പറഞ്ഞു വിട്ടിരുന്നു. ആണോ? നല്ല സപ്പോർട്ടായിരുന്നു. ഓ, അത് ശരി. അങ്ങനെ ഒരു വർഷം പോയി, പക്ഷെ ശരിക്കൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. ആണല്ലേ? അപ്പൊ അമ്മയ്ക്ക് സാധിക്കാത്തത് മോള് അതെ സാധിക്കുന്നു. അതെ, അത് ഭയങ്കര ഒരു സന്തോഷാണ്. Yes. ഈ വേദിയിൽ വരിക എന്ന് പറഞ്ഞത് അത്രയും ഒരു ഡ്രീം ആയിരുന്നു. ആ. അച്ഛനും അമ്മയ്ക്കും നമ്മുടെ ദിയക്കുട്ടിക്കും വേണ്ടിയിട്ടുള്ള മാർക്കാണ്. ഓക്കെ, ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് 97. മതിയോ? ഓ മതി. മതിയോ? പക്ഷെ എനിക്കത് മതിയായില്ല. കാരണം അമ്മയ്ക്ക് എന്തായാലും ഞാനൊരു എക്സ്ട്രാ പോയിന്റ് കൊടുക്കുന്നുണ്ട്. +1 കൂടെ ആഡ് ചെയ്തിട്ടേ 98 ആക്കാൻ പോവാ ഞാൻ. യെസ്. അത് മതിയോ? ഓ മതി. അത് മതി. എന്നാ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താ? ഇത് പോരാ, മീനൂട്ടിക്കും കൂടി ചേർത്ത്. ഇല്ല, മീനൂട്ടിക്ക് അങ്ങനെ ആഗ്രഹം എനിക്ക് ആഗ്രഹമുണ്ട്, അല്ലേ? എനിക്ക് ആഗ്രഹമുണ്ട്. തോന്നിയില്ലേ? തോന്നി. ആ, അപ്പൊ +1. ഓ 99. All the best. Bye bye.